സാറേ ഹലോ. ആ ജോമലെ. ഓക്കെ സാറ് BSNL റിട്ടയർഡ് ആണ്. അതെ അപ്പൊ സാർ എന്നിട്ട് ഓൺ റിട്ടയർമെന്റ് എടുത്ത് കൃഷിയിലോട്ട് വരാനുള്ള കാരണം എന്താ? ജോലിയായിട്ട് ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു ലിമിറ്റഡ് മന്ത്ലി ഇൻകമേ ഉള്ളൂ. ഇവിടെ ഞാൻ കൃഷിയെ സംബന്ധിച്ച് കൃഷി ഞാൻ കൂടുതൽ മെനക്കെടാൻ തയ്യാറാണെങ്കിൽ ഇപ്പൊ ഏലം ബാക്കി എല്ലാം ഏത് കൃഷിയെക്കാട്ടിലും കുറച്ചുകൂടെ പ്രോഫിറ്റബിൾ ആയ അത് ഏലമാണ്. ഇപ്പൊ നമ്മൾ തെങ്ങോ കവുങ്ങോ റബ്ബറോ അല്ലെങ്കിൽ നെല്ലോ പോലെ അല്ല, ഏലത്തിന്റെ പ്രോഫിറ്റബിലിറ്റി ഇച്ചിരി കൂടുതലാണ്. ഒരുപാട് പേര് PSC എന്ന് പറഞ്ഞു, ഗവൺമെന്റ് ജോബ് എന്ന് പറഞ്ഞു, ഒരുപാട് പേര് ജോലിയുടെ പുറകെ ഓടുവാണ്. അപ്പൊ ഈ ജോലിയുടെ പുറകെ ഓടുന്ന ആ പിള്ളേരോട് സാറിന് പറയാനുള്ളത് എന്താണ്? അതായത് ജോലിയുടെ പുറകെ പോണോ അതോ സാർ ഇപ്പൊ ചെയ്യുന്ന പാഷൻ കോച്ചിങ് അതിന് പോകുന്നതിനൊക്കെ പകരം ഒരു പാഷനോട് കൂടി നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് കഴിവുള്ള ഏതാണെന്ന് ആദ്യം തിരിച്ചറിയണം. അതാണ് നല്ലത്. നമുക്ക് എല്ലാവർക്കും ഡൗട്ടാണത്. ആ പാഷൻ നമ്മൾ എങ്ങനെ കണ്ടെത്തും? സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റ് കളിച്ചു എന്ന് പറഞ്ഞാൽ കൊച്ചിലെ മുതലേ ക്രിക്കറ്റ് കളിച്ചപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇത് നല്ലൊരു ക്രിക്കറ്ററാണ്, നല്ല ഒരു അത്ലറ്റിക്സിൽ പോകുന്നവൻ. അവൻ്റെ ഒരു സാറ് പറയും, എടാ നിനക്ക് ഇതിനകത്ത് ഭാവിയുണ്ടെന്ന്. പാഷനെ പറ്റിയുള്ള ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ഈ തേന്, ഈ നമുക്ക് ചെടികൾക്കിടയിൽ തേൻ വെക്കുന്ന ഒരു ബൈജു എന്ന് പറഞ്ഞൊരു എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് കോളേജിലെ ലെക്ചറായിരുന്നു. പക്ഷെ അദ്ദേഹം തേനീച്ചയോടുള്ള താല്പര്യം കൊണ്ട് തേനീച്ച വളർത്തലും തേനീച്ചയുടെ ഗവേഷണം ഉൾപ്പെടെ ചെയ്തുകൊണ്ട് അദ്ദേഹം ഇന്ന് തേനീച്ചയിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഏലത്തിനേക്കാൾ കൂടുതൽ വരുമാനം കിട്ടുന്ന രീതിയിലുള്ളൊരു ഒരു ഇതായിട്ട് മാറി. അപ്പൊ അദ്ദേഹം ഇവിടെ എല്ലാം ഈ തോട്ടത്തിൽ മുഴുവൻ വന്ന് തേനീച്ചപ്പെട്ടികൾ വെക്കുകയും നമുക്ക് പാട്ടത്തിന് തേൻ തരികയും ചെയ്യും. ഒരു വർഷം തന്നെ അദ്ദേഹം തേനീച്ചയുടെ ആ കൂടിൽ നിന്നാണ് ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ കിട്ടും. പുള്ളി വീട് എനിക്കൊന്നും നമ്മുടെ പുറ്റടി ആ ഏരിയയിൽ. ഇടുക്കിക്കാരൻ തന്നെയാണ്. ഫ്രണ്ടിന്റെ കേസ് പറഞ്ഞല്ലായിരുന്നോ? അതെ, തീർച്ചയായിട്ടും. ഞാൻ എഞ്ചിനീയറിംഗിന് ഒട്ടും താല്പര്യമില്ലാത്ത എൻ്റെ ഒരു സുഹൃത്ത് BSNL ഉണ്ടായിരുന്നു. അദ്ദേഹം ഭയങ്കര സ്ഥലങ്ങളെക്കുറിച്ചും ചരിത്രത്തിനെ കുറിച്ചും അദ്ദേഹത്തിന് മെയിൻ ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഹിസ്റ്ററിയാണ്. പക്ഷെ അദ്ദേഹം SSLCക്കും ഒക്കെ നല്ല മാർക്കുള്ളതുകൊണ്ട് വീട്ടുകാർ ആരും തന്നെ സമ്മതിച്ചില്ല. അദ്ദേഹത്തിന് നിർബന്ധിച്ച് എഞ്ചിനീയറിംഗിന് പ്രീ ഡിഗ്രി കഴിഞ്ഞ് സയൻസ് ഗ്രൂപ്പ് എടുപ്പിച്ചു. സയൻസ് ഗ്രൂപ്പ് എടുത്ത് അദ്ദേഹം മിടുക്കനായതുകൊണ്ട് എൻട്രൻസ് എഴുതി എഞ്ചിനീയറിംഗിന് കിട്ടി. അദ്ദേഹം BSNL ജോലിയും കിട്ടി. പക്ഷെ BSNL ജോലി കിട്ടിയ പോലും അദ്ദേഹത്തിന് BSNLന്റെയോ അല്ലെങ്കിൽ ഈ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന്റെ ഒക്കെ ടെക്നിക്കൽ കാര്യങ്ങളെക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് ചരിത്രപരമായ കാര്യങ്ങളില്ല. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ആ രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു താല്പര്യം മനസ്സിലാക്കി അങ്ങനെ വിട്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒരുപക്ഷെ ലോകം അറിയപ്പെടുന്ന ഒരു ചരിത്രകാരനായിട്ടോ അല്ലെങ്കിൽ ഒരു ഗവേഷകനായിട്ടോ ഒക്കെ മാറിയ. ശരിയാണ്. ഇപ്പം സാറ് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇടുന്ന ഇൻകവും ഇപ്പൊ കിട്ടുന്ന ഇൻകവും വെച്ച് നോക്കുമ്പോൾ സാറിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എപ്പോഴാണോ? ഇപ്പോഴാണോ? തീർച്ചയായിട്ടും ഇപ്പോഴാണ്. സാറേ ഇപ്പം പാഷൻ ഉണ്ട്, പക്ഷെ ആ പാഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള പണമില്ല. പണം ഇല്ലാത്തതിന്റെ പേര് മാത്രം ആ പാഷനെ ഫോളോ ചെയ്യാൻ പറ്റത്തില്ലാത്ത ആൾക്കാരോട് എന്താണ്? പണം സമ്പാദിക്കുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ തലമുറയെ സംബന്ധിച്ച് ഒരു പ്രശ്നമേ അല്ല. കാരണം ഇപ്പോൾ പഠിച്ചതിനോട് ഒപ്പം തന്നെ കുട്ടികൾ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്, കേറ്ററിങ്ങിന് പോകുന്നുണ്ട്, അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഇപ്പൊ ഈവനിങ് 4 മണി തൊട്ട് ഇവിടെ കട്ടപ്പനയിൽ തന്നെ 4 മണി തൊട്ട് 8 മണി വരെ സോഫ്റ്റ് ഡ്രിങ്കിന്റെ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പിള്ളേർ നമ്മുടെ ക്രൈസ്റ്റ് കോളേജിൽ തന്നെ പഠിക്കുന്നുണ്ട്. അവർക്ക് 30,000 രൂപ മന്ത്ലി സാലറി കിട്ടുന്നുണ്ട്. അപ്പൊ പഠിത്തത്തിനോടൊപ്പം പൈസ എന്ന് പറയുന്ന ഒരു ഘടകമേ അല്ല. രക്ഷകർത്താക്കളുടെ പൈസ കിട്ടിയിട്ട് പാഷന്റെ പുറകെ പോവുക എന്നുള്ളത് ആ കൺസെപ്റ്റേ വിടണം. നമ്മുടെ കയ്യിൽ അത്യാവശ്യം നമ്മുടെ പാഷന് പുറകെ പോകാനുള്ള ഒരു ഇൻകം നമ്മൾ തന്നെ ജനറേറ്റ് ചെയ്യണം. അതിനുവേണ്ടി മെനക്കെടാതെ നടക്കത്തില്ല. അത് മാത്രമാണ് ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ ഏറ്റവും വലിയ ഞാൻ കാണുന്ന ഒരു പോരായ്മ. ലേറ്റ് നൈറ്റ് വരെയും നമ്മൾ അവിടെ ഇവിടെയും പോയി നടന്നിട്ട് പകല് കിടന്ന് ഉറങ്ങി ആ സമയം എഫക്റ്റീവ് സമയം കളയുക എന്നുള്ളതാണ്. അത് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ ഇപ്പൊ ഉണർന്നിരുന്നാൽ നിങ്ങളുടെ പാഷന്റെ പുറകെ പോയി നിങ്ങൾക്ക് ഉറങ്ങാനായിട്ട് സാധിക്കും. പണ്ടുള്ളവർ പറയുന്ന പോലെ ഇപ്പം നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരുന്ന പിന്നീട് നിങ്ങൾ കഷ്ടപ്പാടിന് വേണ്ടി ഉണർന്നിരിക്കേണ്ടി വരും. ഇപ്പൊ ഉണർന്നിരിക്കുക, പാഷന് വേണ്ടിയുള്ള പൈസ സമ്പാദിക്കുക. പൈസയാണ് ഏറ്റവും വലിയ ഘടകം. നമ്മൾ ഏത് ആളും നിങ്ങളെ പാഷന്റെ പുറകെ പോകുന്നതിന് തടയുന്നത് അവരുടെ പൈസ ചോദിക്കുമ്പോഴേ. ഇപ്പൊ രക്ഷകർത്താക്കൾ പോലും തടയുന്ന അവരുടെ ചെലവിൽ നമ്മൾ ഞാൻ ഇന്നതിന് പോകുന്നു, എനിക്ക് ഞാൻ ഇന്ന കോഴ്സ് പഠിക്കാൻ പോകുന്നു, അതാണ് എന്റെ താല്പര്യം, അതിന്റെ പൈസ എൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആരും തടയുമെന്ന് എനിക്ക് തോന്നുന്നു. ആ യുവത്വം നമ്മൾ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക. പാഷൻ എന്താണെന്നും നമ്മുടെ കഴിവ് എന്താണെന്നും തിരിച്ചറിയാം. ആ പാഷനിൽ നമുക്ക് കഴിവുണ്ടോ? ഇപ്പൊ എന്റെ പാഷൻ ക്രിക്കറ്റ് കളിയാണ്, പക്ഷെ എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ അറിയത്തില്ല എന്ന് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ കഴിവ് ഏതിലാണോ അതിൽ പാഷൻ കണ്ടെത്തുക, സന്തോഷം കണ്ടെത്തുക. സന്തോഷം കണ്ടെത്തി ഒരു ജോലി നിങ്ങൾ ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്ക് മടുപ്പ് വരത്തില്ല.